എല്ലാവർക്കും നമസ്കാരം. ചെക്കീസ് ടെലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ച ഒരു സാരിയാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈൻ വഴി വാങ്ങിക്കുന്നത്, ഒരു മെറ്റീരിയലായിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് തന്നെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇങ്ങനെ ഡ്രസ്സ് ഐറ്റംസ് ഒന്നും ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ തൃപ്തിയുള്ള കാര്യമല്ല ഡ്രസ്സ് ഐറ്റംസൊക്കെ ഓൺലൈൻ വഴി വാങ്ങിക്കാനായിട്ട്. അത് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പിന്നെ റിട്ടേൺ അയക്കണ ഒരു ബുദ്ധിമുട്ട്. പിന്നെ എനിക്ക് എൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ പോയി നമുക്കത് കുറേ നോക്കിയൊക്കെ എടുക്കണത് തന്നെയാണ് എനിക്കിഷ്ടം. ഇതൊരു ഫോട്ടോ കൊണ്ട് എനിക്കിഷ്ടമായി ഞാൻ എടുത്തതാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. കണ്ടിട്ട് വലിയ കുഴപ്പങ്ങളില്ല അല്ലേ, നല്ല ഭംഗിയുണ്ട്. പിന്നെ എനിക്ക് ബ്ലാക്ക് കളറിനോട് ഒത്തിരി ഇഷ്ടമുണ്ട്. അപ്പം ഞാനൊരു ബ്ലാക്ക് ആൻഡ് റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഒരെണ്ണം എടുക്കണം എന്നൊക്കെ ഓർത്ത് കുറച്ച് നാളായി ഞാനിരിക്കണേ. ചുരിദാറുകളുണ്ട് എൻ്റെ കയ്യിൽ. എനിക്കത് കുറച്ച് നാളായിട്ട് വർഷങ്ങളായിട്ട് ബ്ലാക്കിനോടുള്ളൊരു ഇഷ്ടമായിരുന്നു. അപ്പോൾ അതേ ബ്ലാക്ക് സാരി, ഇതതിൻ്റെ പല്ലു വരുന്നതാണ്, ബോർഡർ ഭാഗം. ഇതെനിക്കിതേ ഒത്തിരി ഇഷ്ടമായിട്ടോ. ഇങ്ങനെ കുഞ്ചലമൊക്കെ കെട്ടിയിട്ട്, ബോർഡർ ഭാഗം നല്ല രസമുണ്ട് കുഞ്ചലം കെട്ടിയിട്ട്. പിന്നെ ഇത് കോട്ടൺ സാരിയാണ്, പട്ടല്ല, ഇത് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും ആരും കാണരുത്. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണതാണ്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ബ്ലൗസ് പീസാണിത്. ഇത് റെഡ് ആയിരിക്കുമെന്നാണ് ഓർത്തത്, പക്ഷെ ഇതൊരു മെറൂൺ ഷെയ്ഡാണ്. വലിയ തിരക്കേടില്ല. പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ അനിയത്തിയൊക്കെ പറഞ്ഞത് ഇങ്ങനെ സാരിയൊക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ചൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും പരീക്ഷണമൊക്കെ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഡ്രസ് മെറ്റീരിയൽ ആക്കാം, കുഴപ്പമൊന്നുമില്ല, ഒരെണ്ണം ഓർഡർ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഭയങ്കര ധൈര്യമൊക്കെ തന്നിട്ട് ഞാനിത് എടുത്തതാട്ടോ. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ കോട്ടണിൽ എനിക്കിഷ്ടമായി, കുഴപ്പങ്ങളില്ല. ഞാൻ ഈ ചെറിയൊരു വിലയ്ക്ക് ഇത് ഞാൻ തൃപ്തികരമാണ്. പിന്നെ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, നെയിൽ ആർട്ട് കാണുന്നില്ലല്ലോ എന്ന്. ഇതേ നെയിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ സമയക്കുറവ് മൂലം ഞാൻ ചെയ്യാതിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്നോടൊരു അഭിപ്രായമൊക്കെ ചോദിക്കണം. എന്നെ തയ്യലിനെ കുറിച്ചല്ലെങ്കിലും എന്നോട് ഇത് കണ്ടിട്ട് ഒരു അഭിപ്രായമൊക്കെ ചോദിച്ചല്ലോ. അത് ഞാനും ഒരു 10-25 വർഷമായിട്ട് ചെയ്യണ ഒരു പരിപാടിയാണ് നെയിൽ ആർട്ട് എന്നുള്ളത്. അത് ഈ രീതിക്ക് തന്നെ. വേറെ പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇതാണ് തൃപ്തിയായിട്ടുള്ളത്. പിന്നെ സിമ്പിളാണ് അതുകൊണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സാരിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമൊക്കെ എല്ലാവരും ഒന്ന് ഇടണേ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോൾ ഒരു തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.